ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് മഹാനവമിയുടെ ഇടയാണ്. ഇന്ന് ഓഫീസിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ റെഡി ആവാൻ വേണ്ടിയിട്ട് രാവിലെ സാരി ഉടുത്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ രാവിലെ അത്യാവശ്യം മഴയൊക്കെ കഴിഞ്ഞ് 2 ദിവസം മഴയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ക്ലൈമറ്റാണ് ഇന്ന്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് ചായയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പതിവിൽ നേരത്തെ തന്നെ സാരി ആയതുകൊണ്ട് റെഡി ആവേണ്ടതുണ്ട്. അങ്ങനെ സാരിയൊക്കെ ഞാൻ നേരത്തെ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ രാവിലെ ഉടുക്കാനായിട്ട് എളുപ്പമാണല്ലോ. അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ ഓർണമെൻറ്റ്സ് പെയർ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ റീസെൻ്റ്ലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു വാച്ചാണ്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ടൈ ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടിയതാണ് ഇത്. ഇങ്ങനെ ഒരു ബാങ്കിൾ ഇതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഞാൻ എൻ്റെ വളയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ വളയും മാലയും കമ്മലൊക്കെ എടുത്തിട്ട് ഏത് വേണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. എല്ലാം മാറ്റി മാറ്റി കുറേ നേരം നോക്കി. അതങ്ങനെയാണല്ലോ, രാവിലെ ഇടാനായിട്ട് എടുക്കുമ്പോഴത്തേക്കിനും കുറേയധികം കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പ്രാവശ്യം മാറ്റണം. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം. ഈ മാലയുടെ കമ്മലാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതൊരു സെറ്റായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. ഇതൊരു മാങ്ങാമാലയാണ്. ഇതൊക്കെ റീസെൻ്റ്ലി ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നേ. അങ്ങനെ നോക്കി ഇത്രയും വളകൾ ഞാൻ ഫിക്സ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ ഈ കമ്മലിടാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഈ കമ്മലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാല നേരത്തെ കാണിച്ച ഈ മാങ്ങാമാല തന്നെ ഇടാമെന്ന് വിചാരിച്ചേ. ഇത് 3 ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇങ്ങനത്തെ പൊട്ടിയ വളകളൊക്കെ നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടോ? അത് യൂസ്ഫുൾ അല്ലെന്ന് അറിയാമെങ്കിലും അതെടുത്ത് ഞാൻ സൂക്ഷിച്ച് വെക്കുകയാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. കോമ്പിൻ്റെ ഒരു സെറ്റ്. അതിനകത്ത് കുറേ കോമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഒരു 100 രൂപയ്ക്കേ ആയുള്ളൂ. ഇത് ഇത്രയും ഏകദേശം 12 ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. നമുക്ക് തലമുടിയൊക്കെ കെട്ടി വെക്കാൻ പറ്റുന്ന മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഇല്ലേ, ഇതാണ്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തലമുടിയൊന്നും അങ്ങനെ അധികം ഡ്രൈ ഒന്നും ആവത്തില്ല. അതും അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസിങ് സെറമാണ്. ഞാൻ നൈറ്റാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ടുണ്ട്. റീസെൻ്റ്ലി ഞാൻ ഐഫോൺ വാങ്ങിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കവറും അതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. അങ്ങനെ രാവിലത്തെ റെഡി ആവലിലേക്ക് കിടന്നു. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിപ് ബാമാണ്. ഡോട്ട് ആൻഡ് കീഡയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ലിപ് ബാം വന്നിട്ട്. അതിനുശേഷം ഡോട്ട് ആൻഡ് കീഡ് തന്നെ മോയ്സ്ചറൈസറാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഓയിലി സ്കിൻ ആയതുകൊണ്ട് കുറച്ചും കൂടി ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതപ്പോൾ അത്യാവശ്യം നല്ല, അതിൻ്റെ സ്മെല്ലൊക്കെ നല്ലതാണ്. ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ലാണ്. വൈറ്റമിൻ സിയുടെ ആണ്. അങ്ങനെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തു. ഓരോ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ആവാനായിട്ടുള്ള സമയം കൊടുക്കുക. അതിനുശേഷം മാത്രം അടുത്ത പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യാവുള്ളേ. അങ്ങനെ അടുത്തത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീഡ് തന്നെ സൺസ്ക്രീനാണ്. ഇത് ഞാൻ നേരത്തെ കയ്യിലെടുത്തിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെയാണ് ഇതിൻ്റെ ട്രിക്ക് മനസ്സിലായത്. ഇത് അത്യാവശ്യം നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കയ്യിലെടുത്തിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒഴുകി വരും. അതുകൊണ്ട് ഇത് ഡയറക്റ്റ് നമുക്ക് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ഇതടുത്തത് പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രൈമർ ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് കൊരുങ്ങി പോകുന്ന അങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രം. ചെറിയ പോഴ്സൊക്കെ ഉള്ളിടത്ത് അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റാണ്, നല്ല തിന്നാണ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു പ്രൈമറാണ്. അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. നേരത്തെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫേസിലെ പോഴ്സും കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് ഞാൻ കൂടുതലും സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വന്നൊരു മാറ്റമാണ്. അങ്ങനെ പ്രൈമർ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്ന മേബലിൻ്റെ കൺസീലറാണ്. അത്യാവശ്യം ടാൻ ഉണ്ട് എൻ്റെ ഫേസിൽ. നെറ്റിയുടെ അവിടെയായിട്ടും ലിപ്പിൻ്റെ താഴെയൊക്കെ ആയിട്ട് അത്യാവശ്യം ടാൻഡാണ്. പിന്നെ അണ്ടർ ഐയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ ആ സ്പോട്ടിൽ മാത്രം, അങ്ങനെയൊന്നും ഇല്ല. ഇത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ ആ ഫ്ലോയിൽ കുറേ ഇടത്തൊക്കെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്യും. ചില ദിവസങ്ങളിൽ കൺസീലർ മാത്രം ഇട്ടിട്ട് ഒരുങ്ങി പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി അല്ലേ. അങ്ങനെ അതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് മേബലിൻ ന്യൂയോർക്കിനാണ്. ഓയിലി സ്കിന്നിന് അത്യാവശ്യം നല്ല സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അതിൻ്റെ 330 ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്. ഏത് ഷെയ്ഡ് എടുത്താലും അത്യാവശ്യം ബ്ലെൻഡ് ചെയ്ത്, എന്ന് വെച്ചാൽ ഭയങ്കര കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗ്ലാമിൻ്റെ ഒരു ഐബ്രോ ഫില്ലിംഗ് ആണ്. അതിനൊരു ബ്രഷൊക്കെ ഉണ്ട്. ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരുവിധം വരച്ച പോലൊന്നും ഇരിക്കത്തില്ല. നമുക്ക് നല്ലതായിട്ട് തന്നെ നാച്ചുറൽ ഫിനിഷിൽ തന്നെ കിട്ടുവേ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് കൊഴിഞ്ഞ പോർഷനിലൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അടുത്ത ഞാനിവിടെ യൂസ് ചെയ്യുന്നത് NYBയുടെ സ്ട്രോപ്പ് ക്രീമാണ്. ഇത് റോസ് ഗോൾഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്. അത്യാവശ്യം നമുക്ക് ഫേസിൽ ഹൈലൈറ്റഡ് ആയിട്ടിരിക്കേണ്ട ഏരിയാസിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇത് അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷിമേഴ്സ് ആണ്. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഐബ്രോസിൻ്റെ ആ ഒരു കോർണർ പോർഷൻ വരുമല്ലോ, അവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോസൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റഡ് ആയിട്ടിരിക്കുക. ഇത് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴേ നമുക്ക് ആ ഷിമേഴ്സ് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് കയ്യിൽ വന്ന പ്രോഡക്റ്റ് ഞാൻ ജസ്റ്റ് നോസിൻ്റെ അവിടെയും അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയാസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം. നമ്മളങ്ങനെ വലിയ പ്രൊഫഷണലൊന്നും അല്ലാത്തതുകൊണ്ട് അതിന് ആ പ്രൊഫഷണൽ ലുക്കൊന്നും കിട്ടത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുമേ. മിസ് ക്ലെയറിൻ്റെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഐഷാഡോ പാലറ്റ്. ഇത് ഗ്ലിറ്റർ ആയിട്ടുള്ള ഐഷാഡോ പാലറ്റാണ്. അതിനകത്ത് നിന്ന് 2 ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഐഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഷെയ്ഡ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഏറ്റവും ടോപ്പ് പോർഷനിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡും താഴേക്ക് വരുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡും അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടുന്നത്. അങ്ങനെ അത് അപ്ലൈ ചെയ്തു. മാൾസിൻ്റെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഐലൈനർ. ഇത് ഗ്ലോസി ഫിനിഷുള്ള ഐലൈനറാണ്. ഇതിൻ്റെ ലിഡൊക്കെ അത്യാവശ്യം നല്ല വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെയാണ് ഐഷാഡോ അല്ല സോറി നമ്മുടെ മസ്കാര യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫേസസ് കാനഡയുടെ ബ്രൗൺ ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഞാനിപ്പോൾ ഇതൊരു 3ാമത്തെ ബോട്ടിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഡെയിലി ഞാൻ ഈ ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കംഫർട്ടബിളാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഫേസസ് കാനഡയുടെ ഈ ഒരു ലിപ്സ്റ്റിക്കിനുണ്ട്. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്ത് ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് ഒന്ന് ഫിനിഷായി. ഇടയ്ക്ക് പൊട്ടും കൂടെ വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഓഫീസിൽ പൂജ വെച്ചതാണ്. ഗണേഷ്ജിയൊക്കെ ഉണ്ട്. അങ്ങനെ മൺചിര അതൊക്കെ കത്തിച്ച് വെച്ച് അത്യാവശ്യം രംഗോലിയൊക്കെ ഇട്ട് ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച് പുറത്തുനിന്നാണ് മേടിച്ചത്. മലബാർ ബോക്സിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. മലബാർ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഓഫീസിൽ പഞ്ചാമൃതം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.